രാജ്യവിരുദ്ധരുടെയും ഭീകരവാദികളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വ്യക്തി നമുക്കുണ്ട്. നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. നമ്മൾ ഇവിടുത്തെ അദ്ദേഹത്തിന് വളരെ വലിയ ഫാൻ ബേസ് ഉണ്ട്. ഭാരതത്തിൻ്റെ സ്വന്തം ജെയിംസ് ബോണ്ട് എന്നാണ് അദ്ദേഹത്തെ പലരും വിശേഷിപ്പിക്കുന്നത്. നമ്മൾ തന്നെ ഇതിനെ പലവട്ടം കണ്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഡസൻ കണക്കിനാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉള്ളത്. അജിത് ഡോവൽ ആണെന്ന് പറഞ്ഞ് പലരും സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ അജിത് ഡോവലിൻ്റെ എന്ന പേരിൽ പല വീഡിയോകളും പല പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആകുന്നതിന് മുമ്പ് ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനായിരുന്നു. ആ തസ്തികകൾ അറിയുന്ന ഒരാളും വിശ്വസിക്കത്തില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ഹാൻഡിൽ തുടങ്ങുകയും അതിലൂടെ പോസ്റ്റുകളിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന്. എന്തായാലും അജിത് ഡോവലിനെ കുറിച്ച് മലയാളികൾക്കും അഭിമാനിക്കാൻ ഇടമുണ്ട്. കേരള കാഡർ IPS ഉദ്യോഗസ്ഥനാണ് ശ്രീ അജിത് ഡോവൽ. ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് 2005-ലാണ് ഉത്തരാഖണ്ഡുകാരനായ അജിത് ഡോവൽ വിരമിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 2014 ഈ മിടുമിടുക്കൻ IPS ഓഫീസറെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചതോടെ ഭീകരവാദികൾക്കും ശത്രു രാജ്യങ്ങൾക്കും അദ്ദേഹം തലവേദനയായി മാറി. അന്നു മുതൽ ഇന്ന് വരെ അജിത് ഡോവൽ ഒരു ജെയിംസ് ബോണ്ടിനെ പോലെ പ്രവർത്തിക്കുന്ന രീതി രാജ്യം തിരിച്ചറിയുകയാണ്. 2014 ജൂണിൽ ഇറാഖിൽ കുടുങ്ങിയ 46 ഭാരതീയ നഴ്സുമാരെ തിരികെ സുരക്ഷിതരായി എത്തിക്കുന്നതിന്റെ ചുമതല നരേന്ദ്രമോദി സർക്കാർ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചത് ഈ മനുഷ്യനെയായിരുന്നു. ഇറാഖിലേക്ക് നേരിട്ടെത്തിയ ഡോവൽ ഇതിനായി നടത്തിയ ദൗത്യം ജൂലൈ 5-ന് ഇവരെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിൽ എത്തിക്കുന്ന സുവർണ മുഹൂർത്തത്തിലേക്കാണ് പര്യവസാനിച്ചത്. പുൽവാമയിൽ നമ്മുടെ 40 CRPF ജവാന്മാരുടെ വീരമൃത്യുവിന് പകരം ചോദിക്കാനുള്ള ഓപ്പറേഷൻ തയ്യാറാക്കിയ ടീമിലെ പ്രധാനി കൂടിയാണ് അജിത് ഡോവൽ എന്ന് മറന്നുകൂടാ. 2019 രാജ്യം നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ പൂർണ്ണ വിവരം അറിയുന്ന 7 പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ പൈലറ്റ് അഭിനന്ദൻ വർദ്ധമാനെ പാകിസ്ഥാന്റെ വലയിൽ നിന്ന് സുരക്ഷിതനായി തിരികെ എത്തിച്ച പ്രമുഖരിൽ ഒരാളായ ഡോവലിനെ 2019 വീണ്ടും 5 വർഷത്തേക്ക് കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പ്രധാനമന്ത്രി നിയോഗിക്കുകയായിരുന്നു. ഡോവൽ 68-ലാണ് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായി എത്തുന്നത്. 71-ലെ തലശ്ശേരി കലാപം അടിച്ചമർത്താൻ നിയോഗിതനായത് ഇദ്ദേഹമായിരുന്നുവെന്നത് കേരളീയർ മറന്നിട്ടില്ല. സൈനിക കരുനീക്കങ്ങളിൽ അതിവിദഗ്ധനായ ഡോവൽ പാകിസ്ഥാൻ ചതിപ്രയോഗങ്ങൾ പിടിച്ചെടുക്കാൻ 7 വർഷം ഒരു മുസ്ലിം ചാരനായി അവിടെ ജീവിച്ചുവെന്ന് പലരും അറിഞ്ഞിരുന്നില്ല. ഈ 7 കൊല്ലം കൊണ്ട് അദ്ദേഹം ISI നീക്കങ്ങൾ മനസ്സിലാക്കി. അതുമാത്രമല്ല, ഗൂഗിൾ മാപ്പിനേക്കാൾ വേഗത്തിൽ പാകിസ്ഥാനിലെ ഓരോ സ്ഥലങ്ങളും തിരിച്ചറിയാനുള്ള കൂർമ്മതയും ആ അജ്ഞാത വാസകാലത്ത് സ്വന്തമാക്കിയിട്ടുണ്ട്. 88-ൽ സുവർണക്ഷേത്രം തകർക്കാനുള്ള ഖാലിസ്ഥാൻവാദികളുടെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കിയതും ഇതേ ജെയിംസ് ബോണ്ട് തന്നെ. തീവ്രവാദികളിൽ ഒരാളായി അവരുടെ ഇടയിൽ നുഴഞ്ഞുകയറി പൊട്ടാത്ത ബോംബുകൾ കൈമാറിയ ഡോവലിന്റെ നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്നേ വരെ ഒരു സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. 41 തീവ്രവാദികളെ വധിക്കാനും 200 പേരെ ജീവനോട് പിടികൂടാനും ഭാരതത്തിന് കഴിഞ്ഞത് ഡോവലിന്റെ ഈ വേഷപ്പകർച്ച കൊണ്ട് തന്നെ. സൈനിക മേധാവികൾക്ക് മാത്രം ലഭിക്കുന്ന കീർത്തിചക്രം അജിത് ഡോവലിന് 88-ൽ രാജ്യം നൽകിയത് ആ മഹത്തായ ദൗത്യത്തെ മാനിച്ചായിരുന്നു. മിസോറാം നാഷണൽ ഫ്രണ്ട് കലാപം അടിച്ചമർത്താനും ഈ മനുഷ്യൻ കലാപകാരിയുടെ വേഷമണിഞ്ഞിട്ടുണ്ട്. പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ചിരുന്ന നമ്മുടെ സൈന്യത്തിന് വേണ്ടി വന്നാൽ ശത്രുവിന്റെ മടയിൽ കയറി പെരുമാറണമെന്ന പുതുതന്ത്രം ആവിഷ്കരിച്ചു നൽകിയ തന്ത്രജ്ഞന്റെ വൈഭവം രാഷ്ട്രം ഇന്നും തിരിച്ചറിയുന്നുണ്ട്. അതെ, അജിത് ഡോവൽ നമ്മുടെ ജെയിംസ് ബോണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും. ന്യൂസ് ഡെസ്ക് ജനം.